പായസം റെഡിയായിട്ടോ. എന്താ പറയുക, നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ടേസ്റ്റൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അതെന്താ കാരണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത്രയും നല്ല പായസം വെച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് ഗുരുവായൂർ ദേവസ്വം പറ്റത്തില്ല. പുറത്തുനിന്നുള്ള ഒരു സാധനം ഇവിടെ ഗുരുവായൂരപ്പനിൽ. സുഹൃത്തുക്കളെ നമസ്കാരം, ശ്രീജിത്താണ്. ജസ്ന സലീം അല്ലെങ്കിൽ കണ്ണ നിനക്കായ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ കൃഷ്ണൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചിട്ട്, ഗുരുവായൂരപ്പൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ചിരുന്ന ഒരു സ്ത്രീ. നിങ്ങൾക്ക് അറിയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയുമായിരിക്കും, ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ജസ്നയുടെ പേര് കണ്ടതുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ലേറ്റസ്റ്റ് വീഡിയോ കണ്ടതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരുപക്ഷെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാനൊരു ക്ലിപ്പ് കാണിച്ചു. ജസ്ന സലീമിനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവായൂർ പോകുന്ന ഏതൊരു വ്യക്തിയും, ഗുരുവായൂരപ്പൻ്റെ ഏതൊരു ഡിവോട്ടിയും ജസ്ന സലീമിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നോട്ടീസ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. ഇവർ അവിടെ ചെന്ന് അവർ ആ കോപ്രായം, ആ കേക്കിൻ്റെ ആ കോപ്രായം കാണിച്ചു കൂട്ടിയതിന് ശേഷമാണ് നമ്മളൊക്കെ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണൊന്നും ഓൺ ചെയ്യാൻ അവിടെ കഴിയുന്നില്ല. അപ്പോഴേക്ക് സെക്യൂരിറ്റി ഒന്ന് പിടിച്ച് വാങ്ങിച്ച് മൊബൈലൊക്കെ ചെക്ക് ചെയ്യും. എന്നാൽ എല്ലാവർക്കും അതേ നിയമമുണ്ടോ? ഇല്ലേനും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ജസ്ന സലീം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. കോടതി വരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാണിംഗ് കൊടുത്തു. ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പേര് ഇവർക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞിട്ടും ഇനിയും ഈ കോപ്രായം ഇവർക്ക് നിർത്താനായില്ല എന്നുള്ളതാണ്. ഭക്തി ഉണ്ടായിരിക്കാം ഒരു പക്ഷേ, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഭക്തി ഉണ്ടാവേണ്ടത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഭഗവാനോട് അല്ലെങ്കിൽ ഇഷ്ടദേവനോട്, ദേവിയോട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. സ്ഥലകാല ബോധമൊന്നും ഇല്ലാത്ത നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ചോറ്റാനിക്കരൊക്കെ പോകുന്ന സമയത്ത്, കൊടുങ്ങല്ലൂരൊക്കെ പോകുന്ന സമയത്ത് പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് പല സമയത്തും. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ അത്രയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ഭഗവതിയുടെ അടുത്ത്, കൊടുങ്ങല്ലൂരൊക്കെ പോകുന്ന സമയത്താണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലത്തെ പബ്ലിസിറ്റി സ്റ്റണ്ട്സ് ഭക്തിയുടെ പേരിൽ നടത്തുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കൂടി ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചാനലാണ്, അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഒരു മതത്തിൻ്റെ കംപ്ലീറ്റ് ആചാരങ്ങളെ കളിയാക്കിക്കൊണ്ട് ചെയ്യരുത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ, നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കണ്ടു എന്നറിയില്ല, ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്ത ക്ലിപ്പ് ഇതാണ്. അവർ പല പ്രഭാഷണങ്ങളോ അതോ ഈ വീഡിയോ എന്താ കണ്ടെന്ന് അറിയില്ല, അവർ കഥകൾ കേട്ടോന്നറിയില്ല. കേൾക്കുന്ന സമയത്ത് ഗുരുവായൂർ പോകുമ്പോൾ ഞാനും കേട്ടിട്ടുള്ളത്, ഗുരുവായൂർ പോകുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് വെറും കൈയോടെ പോകരുത്, എന്തെങ്കിലും കാണിക്കായിട്ട് പോകണം, എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് പോകണം എന്നുള്ള ഒരു ഇത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട്, ഇത്ര കാലമായിട്ട് കേട്ടിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയൊക്കെ സംഭവങ്ങൾ ഗുരുവായൂരപ്പനെ കുറിച്ച് അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള എത്രത്തോളം ശുദ്ധി ഉണ്ടാവും എന്ന് ആലോചിക്കണം. സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള പായസം ഗുരുവായൂരപ്പന് കൊണ്ടു കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകുന്നൊരു പ്രഹസനം എന്തിനായിരുന്നു എന്ന് എനിക്ക് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഞാൻ ആ വീഡിയോ അവരുടെ പ്ലേ ചെയ്യാം. ഇത്ര കാലമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇത്ര കാലമായിട്ടും അറിയില്ലേ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടുള്ള നിവേദ്യമായിട്ടുള്ള പായസവും മറ്റുള്ളതെല്ലാം ഉണ്ടാക്കുന്നത് തിടപ്പള്ളിയിലാണ്. അതായത് ക്ഷേത്ര അടുക്കളയിലാണ്, തിടപ്പള്ളിയിൽ ഉണ്ടാക്കുക. ആ ഉണ്ടാക്കിയെന്നാണ് ഭഗവാന് നേദിക്കുക അല്ലേ? അല്ലാണ്ട് നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സാധനമാണ് അവിടെ എടുക്കുക. ഇത് ശരിയാണ്. പല ആൾക്കാരും പല ഓഫറിങ്സും ഭഗവാന് വെക്കാറുണ്ട്. എന്നിട്ട് നടക്കിൽ കൊണ്ടുപോയി വെക്കുന്ന ഭണ്ഡാരത്തിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട്. ശരിയാണത്. പക്ഷേ നമ്മൾ ഇത്ര അധികം കാലങ്ങളായിട്ട് ഗുരുവായൂർ ക്ഷേത്രം റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പേര് ചേർത്ത് വായിക്കുന്ന വിവാദങ്ങളായിട്ടാണ്. നിങ്ങളിപ്പോൾ മതത്തിൽ പെട്ടുള്ള ഒരാൾ അവിടെ വരാൻ പാടില്ല, ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ പാടുന്നില്ല ഒന്നും പറയുന്നില്ല. പക്ഷെ അത് ഇതുപോലെ ഇതിന് മുന്നേയും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലും അങ്ങനെ ചേർത്ത് വായിക്കുന്നത്. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് വിശ്വാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലയോ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കുക. ഇവരുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ്റെ പേരും കൂടി ചേർത്ത് പറയുന്ന സമയത്ത് മുഖഭാവമൊക്കെ മാറിയിട്ട് എന്താ പറയുക, പാവാടിയും ചെമ്പറൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു 10-11 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞു കുട്ടിയുടെ മനസ്സാക്കി ആ ഒരു രീതിയിലാണ് പെരുമാറ്റം. എത്രയോ വീഡിയോസ് ഞാൻ ഇവർ പലർക്കെതിരെയും ചെയ്ത വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാനതാണ് ഇവരുടെ ഈ വീഡിയോ ഇതുപോലെ കൃഷ്ണൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പക്ക പ്രഹസനം. എന്തിനാണത്? സഹിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, നിങ്ങളുടെ ചാനലാണ്, സംഭവമൊക്കെയാണ്. പക്ഷെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതികരിക്കുന്നത്.
അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എൻ്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞായിട്ടാണ് നിങ്ങൾ കണ്ണനെ കണക്കാക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലും വീട്ടിലും ഒക്കെ ആരാധിച്ചോളൂ, ഭക്തി പുരസരം ആരാധിച്ചോളൂ, നടക്കിൽ പോയി പ്രാർത്ഥിച്ചോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഇതുപോലത്തെ പ്രഹസനങ്ങൾ ചെയ്യാതിരുന്നോളൂ കേട്ടോ. ഇത് ഭക്തിയുടെ പേരിൽ, ഭക്തി എന്നുള്ളതിൻ്റെ പേരിൽ വെറും പ്രഹസനം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ റിലേറ്റഡ് ആയിട്ട് വെല്ലുവിളി മാത്രമാണ്. ഇതൊരു സമുദായത്തിനെയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു പക്ഷേ ഭക്തി ഉണ്ടായിരിക്കാം, നിങ്ങൾ ഇനിയും ചെയ്യാതിരിക്കൂ. നിങ്ങൾ പബ്ലിസിറ്റിക്കും കോൺട്രവേഴ്സിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ അതിന് ദയവ് ചെയ്ത് എന്തിനാ ഗുരുവായൂരപ്പൻ്റെ പേര് കൂട്ടി വായിക്കുന്നത്? കാരണം എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേര് എനിക്ക് അയച്ചെന്ന് ആരത് അയച്ചിരുന്നു അറിയോ? ഒന്ന് കണ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് അവിടെ പോകുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് സ്ത്രീകളുമാണ് നമുക്കൊക്കെ ഈ ഇത് അയച്ചെന്നിട്ട് ബ്രോ ഇത് സംസാരിക്കണം, ഇത് ശരിയാവില്ല, ഈ സ്ത്രീ ചെയ്യുന്നത് ശരിയല്ല. എത്ര ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കില്ലേ നമ്മളുടെ കമൻറ്റ് ബോക്സ്? ഇതൊന്നും പോലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം ഇതെന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കല് വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എൻ്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എൻ്റെ കണ്ണ്. ഇതുപോലെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും നമ്മളുടെ ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കൃത്യമായിട്ടൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടെ ചെയ്യുന്ന തോന്നും. കാരണം ഇത്രയധികം ഇവർ ചെയ്തു കഴിഞ്ഞിട്ടും ഇത്ര കാലമായിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർ പറയണമെന്ന് വെച്ചാൽ അവിടെ ആ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് പോരുകയാണെന്നുള്ളത്. ഗുരുവായൂർ ദേവസ്ഥത്തെ അന്വേഷണ സമയത്ത് അങ്ങനെ കൊണ്ടുവച്ച് പോകുന്ന ആൾക്കാരുണ്ട്, പലരും ചെയ്യാറുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഗുരുവായൂർ ദേവസ്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ വിലക്കം ചെയ്യും. ഇവരവിടെ കൊണ്ടുപോയി ചെയ്തിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. കാരണം ഒരു വീഡിയോ കണ്ടാൽ ഉള്ളിലേക്ക് അവർ കയറിയിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഇവരിതിന് വേണ്ടി മാത്രം വീഡിയോ എടുത്താണ് എനിക്ക് വിശ്വാസമില്ല. കാരണം ഇവരുടെ കംപ്ലീറ്റ് ഇത്ര കാലത്തുള്ള ഒരു സോഷ്യൽ മീഡിയ ഇടപെടലുകളും റീസെൻ്റ് ആയിട്ടുള്ള പിന്നെ ചില സമയത്തുള്ള അവരുടെ സംസാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സിക്കും ഒരു ഡിബേറ്റ് സ്പാർക്ക് ചെയ്യാനും ഒരു കോണ്ടന്റിനും വേണ്ടി മാത്രമായിട്ട്, പക്ഷെ കോണ്ടന്റിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഗുരുവായൂരപ്പനെ ഉപയോഗിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരുപാട് ഡിവോട്ടീസ് ആരാധിക്കുന്ന ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട്. കണ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് 8, 9, 10 മണിക്കൂർ പുലർച്ചെ വാകച്ചാർത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തലേദിവസമൊക്കെ പോയി നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? വെയിറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഇത് അവരെയൊക്കെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ നിയമത്തിനോട് വെല്ലുവിളിക്കുക. ഇതിനു മുന്നേ നിങ്ങൾക്ക് കോടതിയിൽ നിന്നൊക്കെ വാണിംഗ് കിട്ടിയിട്ടുള്ളതല്ലേ? എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. അത്രമേൽ മഴ കേട്ടോ. എങ്ങനെ എന്താ പറയുക, പേമാരി എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ മഴ. അങ്ങനെ പായസമായിട്ട് അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. കുട ഇല്ലായിരുന്നു വണ്ടിയിൽ. എപ്പോഴും കുട ഉണ്ടാവാറുണ്ടായിരുന്നേ. എന്തോ വണ്ടിയിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ പിന്നീട് അവിടെ അടുത്തുള്ള ഒരു ഷോപ്പ് പോയിട്ട് ഒരു കുട മേടിച്ചിട്ടാട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? ഏതൊരു ആരാധനാലയത്തിലും പോകാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഭക്തി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ മുട്ടുകുത്തിയിട്ട് കരഞ്ഞ് നെഞ്ഞത്തടിച്ച് പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ അതും വേണമെങ്കിൽ ചെയ്യുക, ഭക്തി ഉണ്ടെങ്കിൽ. പക്ഷേ ഇതുപോലത്തെ പബ്ലിസിറ്റി പരിപാടികൾ ചെയ്യാതിരിക്കുക. ഇത് വെറും പബ്ലിസിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം പോലെ പറയുകയാണ്, ഒരു കാരണവശാലും ഈ ചെയ്ത കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ കഴിയില്ല. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.